നമസ്കാരം. യുഎഇയിൽ ഇന്ന് രാവിലെ അനുഭവപ്പെട്ട കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ദുബായ്, ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ താറുമാറായി. 40-ലേറെ വിമാനങ്ങളാണ് മണിക്കൂറുകളോളം വൈകുകയും വഴിതിരിച്ചു വിടുകയും ഒക്കെ ചെയ്തത്. ഈ അപ്രതീക്ഷിത യാത്രാ തടസ്സം കാരണം കേരളത്തിൽ നിന്നുള്ള നിരവധി പ്രവാസികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലായി. പുലർച്ചെ ജോലി സ്ഥലത്തേക്ക് എത്താമെന്ന് കരുതി വിമാനം ഇറങ്ങിയ പലരും ഉച്ചയോട് കൂടിയാണ് വീടുകളിലും ഓഫീസുകളിലും ഒക്കെ എത്തിച്ചേർന്നത്. ദുബായിൽ രാവിലെ 9 വരെയും ഷാർജയിൽ രാവിലെ 10 മണി വരെയും ഇറങ്ങേണ്ടതും പുറപ്പെടേണ്ടതുമായ ഇൻഡിഗോ, എയർ അറേബ്യ, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, ഫ്ലൈ നാസ തുടങ്ങിയ വിമാന സർവീസുകളെയാണ് ഇത് ബാധിച്ചത്. ഈ സമയങ്ങളിൽ ദുബായിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന മറ്റു വിമാന സർവീസുകളെയും മൂടൽമഞ്ഞ് താളം തെറ്റിച്ചു. യാത്രക്കാരെ ഇത് കൂടുതൽ വലച്ചു. അന്തരീക്ഷം തെളിഞ്ഞ ശേഷമാണ് സർവീസ് പുനരാരംഭിച്ചത്. മൂടൽമഞ്ഞിനെ തുടർന്ന് അബുദാബിയിൽ ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള പല വിമാനങ്ങളും വൈകിയാണ് സർവീസ് ആരംഭിച്ചത്. മഞ്ഞിൽ അകപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിൽ ഇറങ്ങേണ്ട ഇൻഡിഗോ റാസൽ ഖൈമയിലേക്ക് തിരിച്ചുവിട്ടു. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം സെക്ടറുകളിൽ നിന്ന് ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനങ്ങൾ ഫുജൈറ, റാസൽ ഖൈമ, അബുദാബി, അൽ ഐൻ വിമാനത്താവളത്തിലേക്കാണ് തിരിച്ചുവിട്ടത്. ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യയുടെ 12 വിമാനങ്ങൾ അബുദാബി എയർപോർട്ടിലേക്കും തിരിച്ചുവിട്ടിരുന്നു. അന്തരീക്ഷം തെളിഞ്ഞ ശേഷം ഇവയെല്ലാം തിരിച്ചെത്തി. മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുള്ളതിനാൽ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ അതത് എയർലൈനുകളുമായോ എയർപോർട്ട് വെബ്സൈറ്റുകളിലേക്കോ ബന്ധപ്പെട്ട് പുതുക്കിയ വിമാനയാത്രാ സമയം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ എമിറേറ്റുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച 500 മീറ്ററിൽ കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. വരും ദിവസങ്ങളിൽ രാവിലെ 10 വരെ മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നും അറിയിപ്പുണ്ട്. മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ അബുദാബി എമിറേറ്റിൽ വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററായി കുറയും. ഗതാഗതക്കുരുക്ക് മൂലം വിമാനത്താവളത്തിൽ എത്താൻ അധിക സമയം എടുക്കുന്നതിനാൽ നേരത്തെ ഇറങ്ങണമെന്ന് ഇത്തിഹാദ് എയർവൈസ് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും മൂടൽമഞ്ഞ് തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെ കാണണം. റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ വിമാനത്താവള അധികൃതർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും യാത്രക്കാർ ഒരു നിമിഷം പോലും പാഴാക്കാതെ പാലിക്കണം. വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുക. നിശ്ചയിച്ച സമയത്തേക്കാൾ മണിക്കൂറുകൾക്ക് മുൻപേ വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. യാത്രാ വിവരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഉടൻ അറിയാൻ എയർലൈനുമായി ബന്ധപ്പെടുക. ഇതാണ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഗൾഫ് യാത്രക്കാർ പാലിക്കേണ്ടത്. സാധാരണക്കാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ലഘൂകരിക്കാനും അന്താരാഷ്ട്ര വ്യോമഗതാഗതത്തിന്റെ താളം തെറ്റിക്കാതിരിക്കാനും ഈ അതീവ ജാഗ്രത കൂടിയേ തീരൂ. താറുമാറായ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ വിമാനത്താവള അധികൃതർ പ്രത്യേക പുനഃക്രമീകരണ നടപടികൾ അഥവാ സ്പെഷ്യൽ റീഷെഡ്യൂളിംഗ് മെഷേഴ്സ് സ്വീകരിച്ചു വരുന്നുണ്ട്. നിയമങ്ങൾ പാലിച്ചും അധികൃതരുമായി സഹകരിച്ചും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ ഓരോ യാത്രക്കാരനും പ്രതിജ്ഞാബദ്ധരായിരിക്കണം. കാരണം ഈ കാലാവസ്ഥ വെല്ലുവിളി തീരുന്നതുവരെ ഏറ്റവും വലിയ കരുതൽ നിങ്ങളുടെ ജാഗ്രത മാത്രമാണ്. ഇപ്പോഴത്തെ കാലത്തെ കാലാവസ്ഥ മാറ്റം ഒരു ചെറിയ കാര്യമല്ല. വിമാനത്താവളത്തിലേക്കുള്ള ഓരോ യാത്രയും കൃത്യസമയത്തും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ വ്യക്തിഗത ജാഗ്രതയും പൊതുഗതാഗത നിയമങ്ങളോടുള്ള പ്രതിബദ്ധതയും വേണം. ഈ വെല്ലുവിളി മറികടക്കാൻ വിമാനത്താവള അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് യുഎഇയിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.